വീണ്ടും തിരിച്ചു എന്ന് പറയാൻ പറ്റുന്ന നല്ല പടം. പിന്നെ രാഷ്ട്രീയപരമായിട്ടും കോമഡി എല്ലാം മിക്സറായിട്ട് സാധനം. ഒരു അഭിനയ സാധനം നന്നായി ചെയ്യുന്നുണ്ട്, പടം നന്നായി എഴുതുന്നുണ്ട്, സെൻറ്റിമെൻറ്റ്സ് നല്ലോണം ഉണ്ട്. നല്ല നല്ല മൂവി, ഹിറ്റാവുന്നൊരു മൂവിയാണ്. പുള്ളിയുടെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന എല്ലാ പടത്തിലും ഡയറക്ടറുടെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണിത്. അതിനേക്കാളും വളരെ വേറെ രീതി പുള്ളി കുറച്ച് കോമഡി ട്രെൻഡ് ഇതിനകത്ത് കൂട്ടി. ലാസ്റ്റ് കുറച്ചുകൂടെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ ഇത് സീരിയസ്നെസ് ഉണ്ട് എങ്കിലും കൂടുതൽ കോമഡി മിക്സ് ചെയ്ത് നമുക്ക് അറിയിക്കുന്ന രീതിയിൽ സന്ദേശ സിനിമയൊക്കെ പോലെ തന്നെ കോമഡിയിലൂടെ രാഷ്ട്രീയം പറയുന്ന ഒരു ടൈപ്പായിട്ടാണ് വന്നുള്ളത്. ഇതൊരു രാഷ്ട്രീയ പടമല്ല, കുടുംബം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സാധനം. ഞാൻ പറയുന്നത് ഒരു അവിയൽ ടൈപ്പായിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ്, ഗംഭീര പെർഫോമൻസ് തന്നെ പറയാം. 1983 തുറമുഖം വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സിനിമകൾക്ക് ശേഷം ഗംഭീരമായിട്ടുള്ള മേക്ക് ഓവർ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാ സ്റ്റേജിലുള്ള സിനിമയാണ്. ഇമോഷണൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഓരോ ഇന്ത്യക്കാരനിടയിൽ ഒരു മലയാളി ഉണ്ടാവും, മലയാളിക്കിടയിൽ ഒരു നന്മയുണ്ടാവും, സ്നേഹം ഉണ്ടാവും, സ്നേഹബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് നിവിൻ പോളിയുടെ ചിത്രങ്ങൾക്ക്. അല്ല, ഇത് രാഷ്ട്രീയവും അതും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെട്ട ഫിലിമാണ്. അപ്പോൾ നല്ലൊരു എൻ്റർടൈനറുമാണ്, ഒരു ലാഗൊന്നുമില്ല, ഫുൾ കോമഡി ഉണ്ട്. പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? പെർഫോമൻസ് വരണം. ഞാൻ ഫസ്റ്റ് ഹാഫേ ഉള്ളൂ, ലിമിറ്റ് പെർഫോമൻസ് കയറണം. ശക്തമായി തിരിച്ചു വരുവാണ്. എത്ര സ്റ്റാർ കൊടുക്കാം? 5 ഒരു 4.5 കൊടുക്കും. ലാഗൊന്നും ഇല്ല, ഫുൾ എൻ്റർടൈനറാണ്. എന്നാൽ സെൻറ്റിമെൻറ്റ്സും കോമഡി എല്ലാ എലമെൻസും ഉണ്ട്. ആ ഒരു കാര്യം അനശ്വര നിവിൻ പോളി ആ കോമഡി ശരിയായില്ല, കാരണം അത് പ്രായ വ്യത്യാസമുണ്ട്. ആ ഒരു നൈറ്റി മാത്രമേ കണ്ടുള്ളൂ.